എൻ്റെ പേര് ഷിൽറ്റ. ഞാൻ പാലായിൽ നിന്നും വരുന്നു. ഞാനുണ്ടായി 8 മാസമായപ്പോൾ എനിക്ക് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടായി. അതിനുശേഷം ശസ്ത്രക്രിയയൊക്കെ വേണമെന്ന് പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു. 8 വയസ്സായപ്പോൾ എനിക്ക് ആദ്യത്തെ ഹാർട്ടിൻ്റെ സർജറി നടത്തി. അതിനുശേഷം പിന്നെയും എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് പിന്നെയും 15 വയസ്സായപ്പോൾ വീണ്ടും ഒരു സർജറി നടത്തേണ്ടത് വന്നു. അതിനുശേഷം എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ സുഖം പ്രാപിച്ച് സാധാരണ കുട്ടികളെ പോലെ ഓടി നടക്കുമായിരുന്നു. 2008 ആയപ്പോൾ ചിക്കൻ ഗുനിയ എല്ലായിടത്തും പടർന്നു പിടിച്ചു. ആ കൂടെ എനിക്കും ചിക്കൻ ഗുനിയ വന്നു. എൻ്റെ കാലിനും കൈക്കും ദേഹം മുഴുവൻ നീരായി. എനിക്ക് നടക്കുവാനോ ഒന്നും സാധിച്ചിരുന്നില്ല. ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു മരുന്ന് തരാം, അത് കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞു. വേറെ ടെസ്റ്റുകൾ നടത്തിയിട്ടൊന്നും ഒരു കുഴപ്പമില്ല. കൈക്കും കാലിനും ഒക്കെ നീരായിരുന്നു. അതിനുശേഷം ഒരു സ്റ്റീറോയിഡ് കഴിക്കുകയുണ്ടായി. കഴിച്ചിട്ട് കുറേ നാൾ അത് കഴിച്ചു. 6 വർഷത്തോളം അത് കഴിച്ചു. 6 വർഷം കഴിഞ്ഞ് 6 വർഷം എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇടയ്ക്ക് കാലിന് കൈക്കൊക്കെ വേദന വരുമായിരുന്നു. പക്ഷെ 6 വർഷത്തിന് ശേഷം ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു, ഈ സ്റ്റീറോയിഡ് ഇങ്ങനെ കഴിക്കാൻ പാടില്ല, അധികം നാൾ അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റീറോയിഡ് സ്വന്തമായി ഡോക്ടർ പറഞ്ഞ് നിർത്തിയപ്പോൾ എനിക്ക് പഴയതുപോലെ തന്നെ കാലിനും കൈക്കും ദേഹം മുഴുവനും പ്രത്യേകിച്ച് ജോയിന്റുകൾക്കെല്ലാം വേദനയുണ്ടായി. അങ്ങനെ ഭയങ്കര വേദനയാൽ പിന്നെ വേറൊരു ഡോക്ടറിൻ്റെ അടുത്ത് ആ ഡോക്ടറിന് വാദമാണ്, നമുക്ക് പയ്യെ മാറ്റാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മരുന്ന് കഴിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം 15 മുതൽ 19 വരെ ഇവിടെ നടന്ന ധ്യാനത്തിൽ ഞങ്ങള് മമ്മിയുടെ ആങ്ങളുടെ ഭാര്യ പറഞ്ഞു, ഇവിടെ ഒരു ധ്യാനം നടക്കുന്നുണ്ട് തൂത്തുകുട്ടിയിൽ, നമുക്ക് പോകാം, മേലെങ്കിലും നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എനിക്ക് വരാൻ ഒട്ടും നടക്കത്തുമില്ല. ഒരു കൈയും കാലും ഒന്നും ഉയർത്തുകയോ ഒന്നും ചെയ്തില്ലായിരുന്നു. ഇരിക്കാനും പറ്റത്തില്ല, കിടക്കാനും പറ്റത്തില്ല, ഒന്നും പറ്റില്ലായിരുന്നു. പരസഹായത്തോടുകൂടിയാണ് ഞാൻ നടന്നിരുന്നതും എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും എല്ലാം വേറെ 2 പേരെങ്കിലും കൂടി പിടിച്ച് പൊക്കുമൊക്കെയായിരുന്നു എന്നെ. അങ്ങനെ ഞാനിവിടെ ധ്യാനം കൂടാൻ വന്നു. ധ്യാനം കൂടാൻ വന്നപ്പോൾ തിരുമേനി എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. എനിക്ക് ബൈബിൾ എടുത്ത് വായിക്കാനോ ബൈബിൾ എൻ്റെ കയ്യിലോട്ടൊന്നും എടുക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല. അതുപോലെ എൻ്റെ കൈക്ക് വേദനയും നീരുമായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് അപ്പം ഞാൻ ഇവിടെ കടന്നുകൊണ്ടാണ് അവിടെ കൂടിയത്. അവിടെ പ്രത്യേക രോഗികൾക്കുള്ള ഒരു മുറിയുണ്ട്, അവിടെ കിടന്നുകൊണ്ടാണ് ഞാൻ ധ്യാനം കൂടിയത്. ഇടയ്ക്ക് മാത്രം ചിലപ്പോൾ മാത്രം ഞാൻ അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ എനിക്ക് പഴയതുപോലെ ദേഹത്തിന് വേദനയെല്ലാം വന്ന് പിന്നെ ഞാൻ കിടക്കുമായിരുന്നു. അങ്ങനെ അധികം നേരം ധ്യാനം എനിക്ക് നേരിട്ട് കൂടാൻ പറ്റിയില്ല. ഇവിടെ കിടന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ കൂടിയത് മാത്രമേ ഉള്ളൂ. അപ്പൊ തിരുമേനി എന്നോട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ചുമ്മാ കിടന്നുകൊണ്ട് ചുമ്മാ സ്തുതിച്ചു എന്നാണ് ഈശോ സ്തുതി, വെറുതെ ഇങ്ങനെ സ്തുതിച്ചു. എനിക്ക് ബൈബിൾ എടുത്ത് വായിക്കാൻ ഒന്നും പറ്റത്തില്ലായിരുന്നു. അതിനുശേഷം ഒരു കൗൺസിലിംഗ് കിട്ടി. കൗൺസിലിംഗ് കിട്ടി കഴിഞ്ഞപ്പോൾ കൗൺസിലിംഗ് ചെയ്ത് ചേച്ചി എന്നോട് പറഞ്ഞു, ബൈബിളൊന്ന് എടുത്ത് കയ്യിലൊക്കെ പിടിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ബൈബിളൊക്കെ എനിക്ക് ബൈബിളൊന്നും എടുക്കത്തില്ല. പിന്നെ ഞാൻ ചേച്ചി എടുത്ത് എൻ്റെ കയ്യിൽ വെച്ചൊക്കെ തന്നു. അങ്ങനെ ഞാൻ വായിക്കാനൊക്കെ തുടങ്ങി. അതിനുശേഷം നല്ലൊരു കുമ്പസാരവും കിട്ടി. കൗൺസിലിങ്ങിലൂടെ എൻ്റെ പാവങ്ങളൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ നല്ലൊരു കുമ്പസാരവും കൂടെ നടത്താൻ സാധിച്ചു. അതിനുശേഷം ധ്യാനമെല്ലാം കഴിഞ്ഞു. അപ്പോഴും എനിക്ക് ഒരു വേദനയ്ക്ക് ഒന്നും ഒരു കുറവുമില്ലായിരുന്നു. ഞാൻ ഓർത്തു, എന്തിനാണ് ഇവിടെ ധ്യാനം കൂടെ വന്നത്, കൂടിയിട്ട് ഒരു കുറവുമില്ല, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടും ഒരു കുറവുമില്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത്. അത് കഴിഞ്ഞിട്ട് ധ്യാനം കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു, ഒരു രോഗീലേപനം കൂടെ സ്വീകരിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ അതിന് രോഗീലേപനം സ്വീകരിക്കാൻ വേണ്ടി എന്നെ ഇവിടുന്ന് ആംബുലൻസിലാണ് അവിടെ കൊണ്ടുവന്നത്. എനിക്ക് അതുപോലെ നടക്കത്തില്ലായിരുന്നു. അവസാന ദിവസമായപ്പോൾ എനിക്ക് ഒട്ടും നടക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്നിട്ട് രോഗീലേപനം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് എനിക്ക് ബൈബിളൊന്നും എടുത്തു. അപ്പം എന്നോട് ഒത്തിരി ഇവിടെ അച്ഛന്മാരൊക്കെ പറഞ്ഞു ബൈബിൾ വായിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഒട്ടും ബൈബിളൊന്നും എടുക്കാൻ മേലാത്തതാണ്. എനിക്ക് കിടക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. എഴുന്നേക്കാൻ പോലും പറ്റിയില്ല. എന്നെ എഴുന്നേറ്റിന്റെ വായിൽ പേരൻസ് എൻ്റെ വായിലോട്ട് ചോറ് വാരി തരുകയൊക്കെയായിരുന്നു. എനിക്ക് വാരി കഴിക്കാനൊന്നും സാധിച്ചില്ല. അതിനുശേഷം ഞാൻ വെറുതെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് കിടന്നു. സ്തുതിക്കാൻ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ, ഒരു ബൈബിൾ എടുത്ത് വായിക്കാൻ. പിന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ബൈബിളൊന്നും എടുത്ത് ഒരു അധ്യായമൊക്കെ വായിച്ചിട്ട് പിന്നെയും കിടക്കും. അതുപോലെയായിരുന്നു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഈശോ എന്നെ തൊട്ടു എന്ന് ഞാൻ അറിഞ്ഞു. കാരണം രാവിലെ എനിക്ക് ഭയങ്കര ഒരു തലകറക്കം
അപ്പൊ എൻ്റെ അമ്മയൊക്കെ വന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കുറച്ച് കഴിഞ്ഞ് ഒരു ഉച്ചയായപ്പോഴത്തേനും ഞാൻ അമ്മ എന്നോട് പറഞ്ഞു ചോറിനാൻ വാ, ഞാൻ എഴുന്നേറ്റ് പൊക്കാൻ വേണ്ടി അമ്മേനെ വന്നു. ഞാൻ പറഞ്ഞു അമ്മ ഞാൻ എഴുന്നേറ്റോളം എപ്പോഴും അമ്മയാണ് എന്നെ പൊക്കുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും പൊക്കിപ്പൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം വരുന്ന അമ്മയാണല്ലോ എന്നെ എപ്പോഴും പൊക്കുന്നതെന്ന് ഓർത്ത് അവസാനം ഞാൻ ഉച്ചയായപ്പോൾ ചാടി എഴുന്നേറ്റു. എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പിറ്റേ ദിവസമായപ്പോൾ എൻ്റെ കാലിലെ കയ്യിലെ ധീരൊന്നുമില്ലായിരുന്നു. ദൈവം എന്നെ സൗഖ്യപ്പെടുത്തി. യേശുവേ നന്ദി, യേശുവേ സ്തുതി.